ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയതല്ല. ഞാൻ പറയുമ്പോൾ ജന്മന ഒരു വഹാബിയായിരുന്നു. എന്നുവെച്ചാൽ ഒരു വഹാബി കാഴ്ചപ്പാടുള്ള ഒരാളുടെ മകനായിരുന്നു ഞാൻ. മകനായിട്ടാണ് ജനിച്ചത്. വളർന്നതും ആ ഒരു അതേ ഘടനയിൽ തന്നെയാണ്. ഒരു 17 വയസ്സ് വരെ നാട്ടിൽ ബാപ്പൻ്റെ കൂടെ തന്നെയായിരുന്നു നാട്ടിൽ. 17 വയസ്സ് വരെ ഞാൻ വിദ്യാഭ്യാസം പഠിക്കുമായിരുന്നു, സ്കൂളിൽ പഠിക്കുമായിരുന്നു. SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ മുൻകൂട്ടി കരുതിയിരുന്നത് പോലെ തന്നെ മദിരാശിയിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ അബൂബക്കർ ഹാജിയുടെ കൂടെ ചേരാൻ വേണ്ടി ബാപ്പ എന്നെ മദിരാശിയിലേക്ക് കയറ്റി അയച്ചു. മദ്രാസിലും ബോംബെയിലുമായിട്ട് 5 കൊല്ലം ഞാനവിടെ കഴിച്ചു കൂട്ടി. അത് 5 കൊല്ലം ഞാൻ ആദ്യം 2-2.5 കൊല്ലം മദ്രാസിയിലും പിന്നെ ബോംബെയിലും. ബോംബെയിൽ സ്ഥിരമല്ല, ബോംബെയിലിങ്ങനെ മാസത്തിൽ ഒരു 20-22 ദിവസം ബോംബെയിൽ പോവും, നിൽക്കും. പിന്നെ തിരിച്ച് വന്നിട്ട് ഒരാഴ്ച മദ്രാസിയിൽ നിൽക്കും, വീണ്ടും ബോംബെയിൽ പോവും. പക്ഷേ അത് 1958 ആകുമ്പോഴേക്കും, 53-ലാണ് ഞാൻ മദ്രാസിയിൽ പോയത്, 58 ആകുമ്പോഴേക്കും ചില ഡെവലപ്മെൻറ്റുകളെല്ലാം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ മദ്രാസിയിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു കട നടത്താം, കച്ചവടം തുടങ്ങാം എന്ന പ്രതീക്ഷയിൽ എറണാകുളത്തേക്ക് പോയി. ആ എറണാകുളത്തേക്ക് പോയത് 100% സ്വന്തമായിട്ടൊരു കച്ചവടം നടത്തിയിട്ട് പൈസ സമ്പാദിക്കാമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ്. അല്ലാത്ത വേറെ ഒരു ലക്ഷ്യവും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എറണാകുളത്ത് എത്തിയപ്പോൾ അധികം താമസിയാതെ ഞാൻ ഇപ്പോൾ സലഫി ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന പുല്ലേപ്പടിയിലെ ജുമാ മസ്ജിദിൽ ചെന്ന് വിട്ടു. അത് ബോധപൂർവമാണ്. എനിക്ക് കമ്പോളത്തിലുള്ള എറണാകുളം ബ്രോഡ്വേയിലായിരുന്നു ഞാൻ ഷോപ്പ് എടുത്തിട്ട് കച്ചവടം തുടങ്ങിയിരുന്നത്. അതിൻ്റെ പരിസരത്തുള്ള 1-2 പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നതിന് എനിക്ക് എൻ്റെ വഹാബി വീക്ഷണം തടസ്സമായിരുന്നു. അതിൽ മനസ്സിൻ്റെ അസ്വാസ്ഥ്യം കൊണ്ട് ബാപ്പയായി ബന്ധപ്പെട്ടിട്ട് ബാപ്പയാണ് എറണാകുളത്ത് വന്നിട്ട് എനിക്ക് ഈ ന്യൂ മസ്ജിദിൽ എന്നെ കൊണ്ടാക്കി തന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബ്രോഡ്വേയിൽ കച്ചവടവും ന്യൂ മസ്ജിദ് നിസ്കാരവും ഒക്കെ ആയിട്ടാണ് എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളിലൊക്കെ എൻ്റെ തീരുമാനങ്ങളൊന്നുമല്ല. നമ്മൾ പറയുമ്പോൾ ഈ ഹദീസുകളിലൊക്കെ പറയില്ല ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. അപ്പോൾ ആ അമാല് ബിന്നിയാത്ത് എന്ന് പറയുന്നത് അതിൽ ഈ പള്ളിയെ പെടില്ല. ഞാൻ പള്ളി ഉദ്ദേശിച്ചല്ല എറണാകുളത്ത് പോയത്. പള്ളിയുടെ എന്തെങ്കിലും പിന്നെ പെർഫോമൻസ് മുമ്പിൽ കണ്ടുകൊണ്ടല്ല ആ പള്ളിയിൽ ഒരാളായിട്ട് പോയി ചേർന്നതൊക്കെ. പള്ളിയിൽ സംഗതി വശാൽ ആരുമില്ലാത്തൊരു പള്ളിയാണ്. ആ പരിസരത്തൊക്കെ കുറേ മുസ്ലിം വീടുകളൊക്കെ ഉണ്ടെങ്കിലും അവരിൽ നിന്നും ആരും ആ പള്ളിയിൽ വരുമായിരുന്നില്ല. ഞാനും പള്ളിയിലെ മുഅദ്ദിനും മാത്രമാണ് പള്ളിയിൽ നിസ്കാരത്തിന് ഉണ്ടാകാറ്. വെള്ളിയാഴ്ച മർഹൂം സീദി സാഹിബ് ഉൾപ്പെടെ പള്ളിയുടെ മുത്തവല്ലി ഹാജി ഈസ ഹാജി അബ്ദുൽ സത്താർ സേട്ടു, കിക്കി സേട്ടു എന്നറിയപ്പെടുന്ന സേട്ട് സാഹിബ് ഇതിലുൾപ്പെടെ ഒരു 50 ആളുണ്ടാവും വെള്ളിയാഴ്ച മാക്സിമം. അങ്ങനെയാണ് 58 അതിൻ്റെ തുടക്കം. ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിക മനസ്സ് എന്നിൽ രൂഢമൂലമായി, ഉത്ഭൂതമായി. അതിനു മുമ്പില്ലാത്തത്. ഞാൻ മദ്രാസിയിലും ബോംബെയിലും നാട്ടിലും ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ കാര്യമായ ഹോബി സിനിമ കാണലാണ്. അത് മദ്രാസിയിലും ബോംബെയിലും വളരെ എന്ന് പറഞ്ഞാൽ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ സിനിമ കാണുമായിരുന്നു. അതിനുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരിച്ച് എറണാകുളത്തെത്തിയപ്പോൾ ഞാൻ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിച്ചിട്ടൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുത്തവല്ലി ഹാജി ഈസ ഹാജി അബ്ദുൽ സത്താർ സേട്ടു അദ്ദേഹം പള്ളിയുടെ ചുമതല എന്നെ ഏൽപ്പിച്ചു. ഞാൻ വളരെ ചെറുപ്പക്കാരനാണ്, 22 വയസ്സേ ഉള്ളൂ. അതൊരു നിയോഗമായിരുന്നു. അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമോ അഭിലാഷമോ
ലക്ഷ്യമോ ഒന്നും ആയിരുന്നില്ല. അള്ളാഹുവിൻ്റെ എന്തോ ഒരു തീരുമാനപ്രകാരമാകാം സേഠ് സാഹിബ് എന്നെ പള്ളിയുടെ ആക്ടിംഗ് മുത്തവല്ലിയായിട്ട് നിയോഗിച്ചു. അത് 58-ലാണ്. അവിടെ നിന്ന് ആ പള്ളിയും വളർന്നു, ഞാനും വളർന്നു. 1964 പള്ളിയിൽ മിക്കവാറും പള്ളി നിറച്ച് നിസ്കാരത്തിന് ആളുണ്ടാകുമായിരുന്നു. പള്ളിയുടെ അകത്ത് മൊത്തം 125 ആൾ അടങ്ങുക. 125 ആളൊക്കെ ജുമയ്ക്ക് നിറഞ്ഞു തുടങ്ങി. 64 എൻ്റെ ഇസ്ലാമിക വികാരങ്ങൾ വലുതായി. അതിനോടുള്ള പ്രതിബദ്ധതയും അവബോധമൊക്കെ എനിക്ക് വർദ്ധിച്ചു. അങ്ങനെ 64 മാർച്ചിൽ ഞാൻ ഹജ്ജിന് പോയി. വളരെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആരും അത്ര ചെറിയ പ്രായത്തിൽ ഒരു 50 വയസ്സൊന്നും കഴിയാണ്ട് ആരും നമ്മുടെ കുടുംബത്തിലാരും ഹജ്ജിനൊന്നും പോയിട്ട് ഞങ്ങൾക്ക് ആരെയും അറിയില്ല. ഞാൻ 26-ാമത്തെ വയസ്സിൽ തന്നെ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയിട്ട് മക്കത്ത് വെച്ച് മർഹൂം കെ അബ്ദുസലാം മൗലവിയായിട്ട് കോഷലായിട്ട് പരിചയപ്പെട്ടു. ഞാൻ എവിടെയാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ച് വന്നപ്പം ഞാൻ കണ്ണൂരാണ്, കച്ചവടം ചെയ്യുന്നത് എറണാകുളത്താണ്, പേര് ഹാഷിമാനാണ്. അങ്ങനെയൊക്കെ പരിചയപ്പെട്ടിട്ട് അവിടെ പള്ളി ഹറമിൽ ഹജ്ജ് ക്ലാസ്സൊക്കെ എടുത്തിരുന്ന മർഹൂം സൈദുദ്ദീൻ മൗലവി ഞാൻ വളരെയധികം ആദരിച്ച് ബഹുമാനിച്ച ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെയും അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ അളവിൽ ഞാൻ ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പെർഫോമൻസുകളൊക്കെ കുറേ ഞാൻ നാളിതുവരെ കരുതിയ പോലെയൊന്നുമല്ല. ഇതിൽ എന്തെല്ലോ ഒരു ആഴത്തിൽ കുറച്ച് വേരുകളുണ്ട് ഇതിനെന്നൊക്കെ ബോധ്യപ്പെട്ടൊരു യാത്രയായിരുന്നു ഹജ്ജ് യാത്ര. ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ പറയപ്പെട്ട മാള മർഹൂം കെ അബ്ദുസലാം മൗലവി എന്നെ അന്വേഷിച്ച് വന്നു. അദ്ദേഹം എന്നെ കണ്ടുപിടിച്ചു. അത് മിക്കവാറും 64 ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ്. ആ കണ്ടുപിടിക്കലോടുകൂടി ഞാൻ അതുവരെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന മുജാഹിദ് അല്ലെങ്കിൽ വഹാബി മുജാഹിദ് കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാടിൽ നിന്ന് എൻ്റെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ ആദർശങ്ങളിലേക്ക് സാവകാശം പരിവർത്തിതമായി. എനിക്ക് തോന്നി സ്വർഗലബ്ധിക്ക് മുജാഹിദിൻ്റെ പുറകെ നടക്കുന്നതിലും കൂടുതൽ ഭേദം ജമാഅത്തിൻ്റെ കൂടെ നടക്കലാണ്. ജമാഅത്തിൽ കൂടിയാണ് സ്വർഗം ലഭിക്കാൻ കൂടുതൽ സാധ്യത കൂടുതലുള്ളത് എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അബ്ദുസലാം മൗലവിൻ്റെ ഒരു ഇഷ്ടത്തോഴനായി. അത് 64-ലാണ്. 66 ആകുമ്പോഴത്തേക്കും പള്ളിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. നമ്മൾ വിഷയം അത് ഇവിടെ വരേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകില്ല. അപ്പോൾ 66-ൽ പള്ളിയിൽ എനിക്കുള്ള വ്യക്തിപരമായ സ്വാധീനങ്ങൾ വെളിച്ചത്തിൽ അവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹംദർദ് ഹൽക്ക രൂപീകരിച്ചു. പള്ളിയിലെ ഖത്തീബ് ഞാൻ നിയമിച്ച ആളാണ്, പുളിക്കൽ സ്വദേശി മർഹൂം പി വി കുഞ്ഞുമൊയ്തീൻ മൗലവി. അദ്ദേഹം ആദ്യമായിക്കൊണ്ട് ഒരു ഹംദർദ് ഹൽക്ക. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു സുഹൃത്ത് അവിടെ ബ്രോഡ്വേയിൽ വാച്ച് കടകൾ ഒരു സയ്യിദ് മുഹമ്മദ് ഹാജിയും ആണ് അതിലുള്ളത്, 2 ആൾ മൗലവിക്ക് പുറമെ. പിന്നെ 4-5 ആളുകൾ എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ചേർത്തി. എന്നോട് താല്പര്യമുള്ള, എന്നെ ആദരിക്കുന്ന 4-5 തൊഴിലാളികൾ എന്നോടൊപ്പം ചേർന്നു. അങ്ങനെ ഹംദർദ് ഹൽക്കയിൽ 5-6 ആളായി. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള എൻ്റെ ബന്ധം ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ അങ്ങനെ വലിയ വേരുകളൊന്നുമില്ല, പിന്നെ അഡ്രസ്സും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ ആരും അറിയില്ലായിരുന്നു സ്ഥാപനത്തെക്കുറിച്ചൊന്നും. ആ വ്യക്തികളൊന്നും ആരും അറിയുന്ന വ്യക്തികളുമല്ല. അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മൗലവിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വളരെ കേവലം ഒരു പേര് പറയാവുന്ന ആളുകളൊന്നും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ആ കാലയളവിൽ KC അബ്ദുള്ള മൗലവി ആയിരുന്നു അതിൻ്റെ അമീർ, കേരള അമീർ. KC അബ്ദുള്ള മൗലവി 65 മുതൽ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാൻ ചില സംഗതികളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് എറണാകുളം ഞാൻ അദ്ദേഹത്തിന് ചില സർവീസുകളൊക്കെ ചെയ്തു കൊടുത്തു.
അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായി. ആ ബന്ധം 95-ൽ അദ്ദേഹം മരിക്കുന്നത് വരെ നല്ല നിലക്ക് തുടർന്നു പോയിരുന്നു. ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നല്ല ആദരവോടുകൂടിയുള്ള ബഹുമാനത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം വളരെ പിതൃതുല്യമായ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറിയിരുന്നു. അബ്ദുസലാം മൗലവിയാണ് എൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കണ്ണി. പക്ഷേ താമസിയാണ്ട് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ ഒന്നടങ്കവും അതിനെ തുടർന്ന് അഖിലേന്ത്യാ നേതാക്കളും ഞാനുമായിട്ട് നല്ല ബന്ധമായി. മൗലാന അബുല്ലൈസ്, മൗലാന മുഹമ്മദ് യൂസഫ് സാഹിബ്, മൗലാന ഹാമിദ് ഹുസൈൻ സാഹിബ്, മൗലാന അഫ്സൽ ഹുസൈൻ സാഹിബ്, മറ്റേ സദറുദ്ദീൻ ഇസ്ലായി, അവരൊക്കെ കേരളത്തിൽ വരികയാണെങ്കിൽ എൻ്റെ അടുത്താണ് വരിക. ഞാനാണ് അവരുടെ ഹോസ്റ്റ്, ആതിഥേയൻ. അപ്പോൾ ആ ബന്ധത്തിലൊക്കെ അവർ വലിയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഞാനൊരു ഒരു എന്താ പറയേണ്ട ഒരു കൂടെ നടക്കുന്ന ഒരാൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ പശ്ചാത്തലം. അതിപ്പോൾ 1975 എമർജൻസി വന്ന് ഇന്ദിരാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ പലരുടെയും പോലെ എന്നെയും പോലീസ് പിടിച്ചുകൊണ്ടിരുന്നു. കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു 10-21 ആൾ ഉണ്ട് നമ്മൾ, എറണാകുളത്തും കൊച്ചിയിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയി. കമ്മീഷണർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കമ്മീഷണർ നല്ല ആജ്ഞാനബാഹുവായ ജെൻറ്റിൽമാൻ, തോമസ് പാസ്കൾ അദ്ദേഹത്തിൻ്റെ പേര്. ബാ ഹാജിയാരെ ഇരിക്കുന്നു പറഞ്ഞു. എന്താണ് ഹാജി, എന്താ നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചു. ഞാൻ എന്ത്, ഒരു സ്റ്റാൻഡും ഇല്ല. ഞാൻ ബ്രോഡ്വേയിൽ 4 കടകളുണ്ട്, എനിക്ക് കച്ചവടക്കാരനാണ്, ആ പണിയെടുക്കുന്നു. അല്ല അത് വേറെ കാര്യം, ഇവിടുത്തെ കാര്യം പറയൂ. ഇപ്പം നിങ്ങളെന്തിന് ഇവിടെ വന്നു? ഞാൻ പറഞ്ഞു ഞാൻ വന്നതല്ലല്ലോ, എന്നാ ഇവിടുത്തെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ടാകുന്നതല്ലേ. അങ്ങനെ വെറുതെ ആളുകൾ പിടിച്ചുകൊണ്ട് വരുമോ? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് കാരണം എന്താണെന്ന് സാറ് എന്നോട് പറയണം, എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന്. ഹാഷിം ഹാജി, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയുള്ളൊരു പൊട്ടിയൊന്നുമല്ല. അവർ നല്ല ബുദ്ധിവൈഭവമുള്ള, നല്ല എല്ലാം തിരിച്ചറിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ്. അവരൊന്നും കാണാണ്ട് ഈ പണിയൊന്നും എടുക്കൂലല്ലോ. ഞാൻ ആയിരിക്കാം, പക്ഷേ അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിവില്ല സാർ. അല്ല, ആ അറിവാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ലിസ്റ്റ് എൻ്റെ മുമ്പിലുള്ള ലിസ്റ്റിൽ 1ാമത്തെ പേര് ഹാഷിം ഹാജിയാണ്. ഞാൻ അയ്യോ സാർ, ഞാൻ പാർട്ടിയിൽ ആരുമല്ല, പാർട്ടിയുടെ മെമ്പറോ പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പാർട്ടിയുടെ ആധികാരികമായ എന്തെങ്കിലും സ്ഥാനം വഹിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ എറണാകുളത്ത് കച്ചവടക്കാരനാണ്, ഒരു ഇസ്ലാമിക മനസ്സുള്ള ആളാണ്. ഈ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനത്യാഗം ചെയ്യുന്ന, ഞങ്ങൾക്കൊക്കെ സ്വർഗം ലഭ്യമാക്കുവാൻ വേണ്ടി മാർഗദർശനം നൽകുന്ന പ്രവർത്തകന്മാരാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യം എനിക്കും ലഭിക്കും എന്ന നിലക്ക് ഞാൻ അവർക്ക് സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയാ, പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് ഹാജിയോടൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഇതിൻ്റെ കാര്യപ്പെട്ട വക്താവായിട്ടാണ് എൻ്റെ മുമ്പിലുള്ള കള്ളാസിലുള്ളത്. അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടാണ്ട് എനിക്ക് നിങ്ങളോട് അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഒരു പണി, നിങ്ങളവിടെ പോയി ഇരിക്കുക, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അത് 11 മണിക്കാണ്. പോയി ഇരുന്നത് വൈകിട്ട് 5 മണി വരെ ഇരുന്നു. 5 മണിയായപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വരണം, നിങ്ങളെ വേറൊരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി സംഗതി കുറച്ച് ഗുരുതരമായിരിക്കും. അതിനിടയ്ക്ക് കമ്മീഷണർ കണ്ടു. ഹാജി വീട്ടിലറിയിച്ചിട്ട് ഒരു 2-3 പേര് ഡ്രസ്സ് എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരില്ല എന്നാണല്ലോ. അങ്ങനെ കൊണ്ടുപോയി, ചുരുക്കി പറഞ്ഞാൽ കളമശ്ശേരിയിൽ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു. രാത്രി ഒരു 12 മണിയാകുമ്പോൾ അതേ വേറൊരു പോലീസുകാരെ, സാറ് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
തിരിച്ച് കമ്മീഷണർ ഓഫീസിൽ വന്നപ്പം അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുകയാണ് കേട്ടോ, കേസ് ഇന്ന് ഒഴിവാക്കിയതല്ല, വീട്ടിലേക്ക് പറഞ്ഞേക്കുക, പക്ഷേ ഏത് നേരവും ഇവിടെ വരണം, വിളിക്കുമ്പോൾ ഇവിടെ വരണം, പിന്നെ മേൽക്കൊണ്ട് ഈ വിഷയത്തിൽ എവിടെയും ഹാജിയുടെ ഒരു ലാഞ്ചനയും കാണാൻ പാടില്ല, കണ്ടാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ എന്നെ പറഞ്ഞയച്ചു. ആ പറഞ്ഞേക്കലോടുകൂടി തന്നെ പിന്നെ ആ കേസിൽ നിന്ന് ക്രമത്തിൽ ഞാൻ ഊരിപ്പോവുക ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് വലിയ കാര്യമായ നടപടിയൊന്നും എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ദിരാഗാന്ധി എന്താ കണ്ടെത്തിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ടെത്താൻ മാത്രം ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടും എനിക്ക് ബോധ്യമായിട്ടൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗം ലഭ്യമാക്കുന്നതിന് വേണ്ടി മാർഗദർശനം നൽകുന്ന ഒരു സംവിധാനം, അതിൻ്റെ അപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അതാണ് പ്രസ്ഥാനമായിട്ടുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്.